ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് കണ്ണനും മഹിയും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ തിരിച്ചെത്തുന്നു. ഏതായാലും ഇത്തവണ ഓണം അവിടെ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണനും മഹിയും വരുന്നതിന് മുൻപായിട്ട് തന്നെ ഊഞ്ഞാലൊക്കെ കെട്ടുന്നുണ്ട് അനന്തു. അങ്ങനെ കുഞ്ഞിനെ കാണുന്നതും വാരിയെടുക്കുകയാണ് കേട്ടോ ലേഖ. ഞങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്ക് പോവാണെന്നും അതുകൊണ്ട് ഞങ്ങൾ വരുന്നത് വരെ നീ തന്നെ കുഞ്ഞിനെ നോക്കണമെന്നും കണ്ണൻ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ തോമസ് വേദിൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിച്ചത്. കണ്ണന് കാലിന് സ്വാധീന ശക്തിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഊഞ്ഞാൽ ആടാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ കണ്ണൻ മഹിയെയും ഒപ്പം ഇരുത്തി ഊഞ്ഞാൽ ആടുന്നുണ്ട്. മാത്രമല്ല, മഹിക്കും ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഓണം കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് കണ്ണനും മഹിയും പോകുമല്ലോ എന്നുള്ളൊരു വിഷമം ലേഖയ്ക്കുണ്ടാവുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞ് കൂടുതൽ സമയം ഉണ്ടാവുക. അവരായതുകൊണ്ടാണ് നിൻ്റെ ഈ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറണം എന്നെല്ലാം അനന്തു ലേഖയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം പ്രതാപനാണെങ്കിൽ ഇത്തവണ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് കരുണയെ സന്തോഷിപ്പിക്കാൻ കഴിയും, കണ്ണനും മഹാലക്ഷ്മിയും വാവിട്ട് കരയുന്നത് മോൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനെ സന്തോഷിപ്പിച്ച സമയത്തെല്ലാം തിരിച്ചടികൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വലിയൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല. പിന്നീട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മരുമകൾ ജാനമ്മയോട് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കുറിച്ചല്ല, സ്വന്തം മകനെക്കുറിച്ചാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ പ്രതാപൻ സാറിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാലിൽ വിഷം കലർത്തി കുഞ്ഞിന് കൊടുത്തു എന്ന് കള്ളം പറഞ്ഞതുപോലെ ഇവിടെയും നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. ആ കുഞ്ഞിനെ പ്രതാപൻ സാറ് പറഞ്ഞു വിടുന്ന ആൾ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നെല്ലാം മരുമകൾ ജാനമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ജാനമ്മയ്ക്ക് അതൊക്കെ കേട്ട് വല്ലാത്തൊരു പേടിയാവുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുഞ്ഞിനെ ലേഖയെ ഏൽപ്പിക്കുന്നു. കുറച്ച് നേരത്തേക്കാണെങ്കിലും കുഞ്ഞിനെ പിരിയാനായിട്ട് ഞങ്ങൾക്കും പ്രയാസമുണ്ട്. കുഞ്ഞിനെ കാണണമെന്ന് ഇടയ്ക്ക് ഞങ്ങൾക്കും തോന്നും. ആ സമയത്ത് കുഞ്ഞിനെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നെല്ലാം കണ്ണനും മഹിയും പറയുന്നു. അങ്ങനെ ലേഖയെ ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ജാനമ്മ വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലേഖയാണ് പൗഡറൊക്കെ ഇട്ട് കുഞ്ഞിനെ ഒരുക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പാലെല്ലാം കുടിച്ചതിന് ശേഷം കുഞ്ഞ് സുഖമായിട്ട് തന്നെ ഉറങ്ങുന്നു. ലേഖ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുന്നുണ്ട്. അപ്പോൾ ജാനമ്മയോട് പറയുന്നുണ്ട് കുഞ്ഞ് ഉറങ്ങിയെന്നും ഇനിയിപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ തന്നെ കിടക്കട്ടെ, മുറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ ഉണരാൻ സാധ്യതയുണ്ട്. ഒരത്യാവശ്യ കാര്യമുണ്ട്, ജാനമ്മ തന്നെ കുഞ്ഞിനെ നോക്കണം, ജാനമ്മയുടെ ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് പ്രതാപൻ ജാനമ്മയെ വിളിക്കുന്നത്. എന്നിട്ട് എന്തായി, ഞാൻ പറഞ്ഞു വിട്ട ആൾ പുറത്ത് തന്നെയുണ്ട്, കൊണ്ടുപോകേണ്ട സമയം തന്നെ അവൻ അവിടെ എത്തുമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ, കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇനിയിപ്പോൾ ഉണർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ജാനമ്മ. തുടർന്ന് ഇനി ഞാനല്ല, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുന്നവൻ നിങ്ങളെ വിളിക്കും, കുഞ്ഞിൻ്റെ അടുത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്താനെല്ലാം പ്രതാപൻ ജാനമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ ജാനമ്മ തൊട്ടിലിൻ്റെ അടുത്ത് വന്ന് നോക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. തുടർന്ന് ഒട്ടുപാല ജാനമ്മയെ വിളിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ ഹാളിൽ ഉറക്കി കിടത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് പോരെ എന്നെല്ലാം ഒട്ടുപാലോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജാനമ്മ. അങ്ങനെ ഒട്ടുപാല എന്ന ഗുണ്ട തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന നീലമോളെ എടുത്തുകൊണ്ട് ആരും അറിയാതെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ജാനമ്മയ്ക്കാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നെഞ്ചുരുകി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ദൈവമേ, എന്തൊരു ദ്രോഹമാണ് ഞാൻ ആ ഒരു പൊടിക്കുഞ്ഞിനോട് ചെയ്തത്, ഇതിനുള്ള പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയാണ് കേട്ടോ ജാനമ്മ. ഏതായാലും കുഞ്ഞിനെ കളയാനായിട്ട് കൊണ്ടുപോകുന്ന ഒട്ടുപാലയ്ക്ക് വമ്പൻ തിരിച്ചടി തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. അതായത് നീലമോൾ എന്ന് പറയുന്നത് സാധാരണ ഒരു കുഞ്ഞല്ല, ദൈവികാംശം വേണ്ടുവോളമുള്ള ഒരു അത്ഭുത കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ കള്ളസന്യാസിക്ക് കിട്ടിയതുപോലെ എന്തെങ്കിലും തിരിച്ചടി തന്നെ ഈ ഒട്ടുപാലയ്ക്കും കിട്ടും. മാത്രമല്ല, അമ്മയുടെ കൈകളിൽ, നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ കൈകളിൽ തന്നെ ഒടുവിൽ നീലമോൾ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ഇത്തരം കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്